ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ക്ലൂലെസ് പാസ്പോർട്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഗോവയിലാണ്. ഫേമസ് ഇന്ത്യൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഗോവയിലാണ് നമ്മൾ ഒരു 5 days വിത്ത് ഫാമിലി ആയിട്ട് ഒരു ബേബി മൂൺ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ 5 ദിവസം ഒരു ഫുൾ റിലാക്സിങ് ആയിട്ട് ബീച്ചസ്, അതേപോലെ തന്നെ ഫുഡ്, കുറച്ച് സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫാമിലി, എൻ്റെ മമ്മി ഡാഡിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും 4 പേര് ചേർന്നാണ് ഈ ഒരു ഗോവ ട്രിപ്പ് വന്നിരിക്കുന്നത്. 5 days ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇന്ന് Day 1 ആണ്. അപ്പോൾ Day 1 നമ്മൾക്ക് പോയി ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഗോവ എങ്ങനെയൊക്കെയാണ്, നമ്മൾ കുറേ ഡിഫറെൻറ്റ് സ്റ്റേസ്, ഫുഡ്, അതേപോലെ തന്നെ നമ്മൾക്ക് കുറേ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ ഓരോ വീഡിയോയിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. എന്തായാലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താം. അപ്പോൾ ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവലിംഗ് ഫുഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് വാങ്ങി. ഒരു ടീ, മസാല ടീ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി ഒരു ബട്ടർ മിൽക്ക്, കൂടെ ഒരു വടയും ഇഡ്ഡലിയും, പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇഡ്ഡലി, വട, സാമ്പാർ മേടിച്ചു. വാട്ട് അബൌട്ട് യു? രാവിലെ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ ഗോവ എത്തിയപ്പോൾ നമ്മൾ ഗോവ പുതിയ എയർപോർട്ടിൽ, മോപ്പ എയർപോർട്ടിലാണ് നമ്മളുള്ളത്. എന്തായാലും പുറത്ത് വന്ന് ഞങ്ങൾ കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. റെൻ്റ് കാർസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ബലീനോ എടുത്തിരിക്കുന്നത്. മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഉള്ളിൽ തന്നെ അവർ വന്ന് നമുക്ക് കാർ തരും. അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും. സെൽഫ് ഡ്രൈവ് കാറാണത്. നെക്സോ ക്യാബ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബലീനോ 1250 rupees മാനുവൽ ഡ്രൈവിന് പെർ ഡേ പോലെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 5 days ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഡയറക്റ്റായിട്ട് കലങ്കോട്ടിലേക്കാണ് പോകുന്നത്. കലങ്കോട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെൻറ്റ് ക്യാബിൻ്റെ ഒരു ക്യാബ് വന്നിട്ടുണ്ട്. നമ്മളെടുത്തത് ബലീനോ ആണ്. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മൾ കലങ്കട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പെർ ഡേ ചാർജസ് ഇവിടെ 1200 ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 8000 പേ ചെയ്തിരുന്നു. അതിന് ഒരു 3000 നമുക്ക് ഈ കാറ് തിരിച്ചു കൊടുക്കുമ്പോൾ റീഫണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത കാറ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റൂമിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. റൂം ചെക്ക് ഇൻ ചെയ്യാൻ കുറച്ചും കൂടി ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ളതായിട്ട് തന്നെ മ്യൂസിയം ഓഫ് ഗോവയിൽ വന്നിട്ടുണ്ട്. മ്യൂസിയം ഓഫ് ഗോവ എന്ന് പറയുന്നത് ഒരു കണ്ടംപററി ആർട്സ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഇവിടെ നിന്ന് കുറച്ച് ഒരു ഹിൽ ടോപ്പ് പോലെ ഒരു സ്ഥലത്തേക്ക് വരണം. കുറച്ച് പാർക്കിംഗ് സ്ഥലമൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് ഈ ഒരു മ്യൂസിയം ഓഫ് ഗോവ നമ്മളെപ്പോൾ വരുമ്പോൾ ഇത് കാണും. ഇത് നമ്മളെപ്പോഴും പോയില്ല അല്ലേ. എന്തായാലും പാരൻസിൻ്റെ കൂടെ വന്നുകൊണ്ട് നമ്മൾ ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടംപററി ആർട്സിൻ്റെ ഈ ഒരു മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. 300 rupees ആണ് പെർ പേഴ്സൺ ഇവർ ചാർജ് ചെയ്യുന്നത് ടിക്കറ്റ് പ്രൈസ്. ഇവിടെ നമുക്കൊരു സ്കൾപ്ചർ കാണാൻ പറ്റും. ഡ്രൈഡ് മഷ്റൂമിൽ ചെയ്തതാണത്.
ഇവിടെ തന്നെ ആയിട്ടൊരു മോഗ് ആർട്ട് കഫേ ഉണ്ട്. അപ്പോൾ ഇവിടെ ടീ കോഫിയൊക്കെ ആയിട്ടുള്ള ഒരു കഫേ ഉണ്ട് ഇവിടെ. അതുപോലെ ചിൽഡ്രൻസ് ആർട്ട് സ്റ്റുഡിയോ, സ്കൾപ്ചർ ഗാർഡൻ, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ കുറേ കണ്ടംപററി ആർട്സാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മ്യൂസിയം ഓഫ് ഗോവ പോയി. അത് കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ട്. ദി ലിറ്റിൽ ഗോവ എന്ന് പറഞ്ഞ് കലങ്കട്ടും ബാഗൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ചെറിയൊരു നല്ലൊരു AC ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഒരു ഗോവൻ താലിയോ അല്ലെങ്കിൽ ഗോവൻ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് താലി പറഞ്ഞിട്ടുണ്ട്. 4 താലിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സീബാഷ് താലിയാണ്, പിന്നെ ഇതൊരു കിങ് ഫിഷ് താലി, പിന്നെ ഒരു നല്ല വലിയ ബിഗ് പ്രോൺസ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോൺസ് താലി 2 പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. എന്തായാലും ഒരു ഡിഫറെൻറ്റ് നമുക്ക് ക്ലാം വരുന്നുണ്ട്, അതേപോലെ ക്രാബ് ഉണ്ട്, പിന്നെ ഫിഷ് കറി സൂപ്പ് ഉണ്ട്, ഒരു ക്യാബേജിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ ഒരു രസം പോലെ ഒരു ഇതുണ്ട്, പായസം, പിന്നെ ഡ്രൈ ഫിഷ്, സാലഡ്, റൈസ്, ഒരു ചപ്പാത്തി, ഒരു ഫിഷ് ഫ്രൈ, ഇതാണ് വരുന്നത്. പപ്പടം വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു മീൽസിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ദ ലിറ്റിൽ ഗോവ എന്ന് പറഞ്ഞൊരു കലങ്കട്ടിലുള്ള റെസ്റ്റോറൻറ്റിന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഒരു ഗോവൻ താലിയാണ് ട്രൈ ചെയ്തത്. ഒരു 2000 rupees ആയി 4 പേർക്ക് അവിടുന്ന് ഗോവൻ താലി ട്രൈ ചെയ്യാൻ. ഫിഷ് താലിയും അതുപോലെ പ്രോൺസ് താലിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ആവറേജ് എന്ന് പറയാം, അത്ര നന്നായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മീൽസ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ കലങ്കട്ടിലുള്ള ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫസ്റ്റ് ഡേ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് റെഡ് ത്രെഡ് എന്ന് പറഞ്ഞ കലങ്കട്ടിലുള്ള ഹോട്ടലിലാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് പ്രൈം ലൊക്കേഷനിൽ തന്നെയാണ് കലങ്കട്ടില്. കലങ്കട്ട് മാർക്കറ്റും അതുപോലെ കലങ്കട്ട് ബീച്ചൊക്കെ ഒരു ജസ്റ്റ് ഒരു 5 minutes ഡ്രൈവേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ്. അവിടെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലക്ഷറി ഹോട്ടലാണ് ഈ ഒരു റെഡ് ത്രെഡ് എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ നമുക്ക് റൂമിന്റെ കാഴ്ചകളും പോയി കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടൈപ്പ് റൂമാണ്. ഒരു സ്റ്റാൻഡേർഡ് റൂമും അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് സ്വീറ്റ് റൂമും. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് സ്വീറ്റ് റൂമാണ്. അപ്പോൾ വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഇതൊരു ചെറിയ ഹോട്ടലാണെങ്കിൽ കൂടി വളരെ ഭംഗിയുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. ഒരു ബാലി വൈബ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഉള്ളിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ആംബിയൻസ് ആണ് റൂംസൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ് കാണാൻ പറ്റും. പിന്നെ അവിടെ തന്നെ അവർ വാട്ടർ ബോട്ടിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഗ്ലാസ് ബോട്ടിൽസ് ആണ്, നോ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല അവിടെ. പിന്നെ അത് കൂടാതെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൗച്ച് കാണാൻ പറ്റും. അവിടെ തന്നെ ആയിട്ട് TV ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇരിക്കാനും ആയിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ കാണാൻ പറ്റും. പിന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റോക്കിംഗ് ചെയർ പോലെ ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. കൂടാതെ ഇവിടെ കുറച്ച് അമ്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ അവർ കുറച്ച് സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടീ കോഫി ഉണ്ട്. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഇവിടെ ചെറിയൊരു ലൈബ്രറി പോലെ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം തന്നെയാണ്, വളരെ സ്പേഷ്യസുമാണ്. ഇതിവിടെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ്. ചെറിയൊരു പൂളാണ്. ഈ ഒരു ബൊട്ടിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു പൂളാണ്. അതിൻ്റെ അടുത്ത് അവിടെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പൂളിലൊക്കെ ഇരുന്ന് കുറച്ച് സൺബാതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റും. നല്ലൊരു ചെറിയൊരു ലോഞ്ച് സ്പേസും ഒരു പൂൾ സ്പേസ് പോലെയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതില്ലാണ്ട് ഒരു ചെറിയൊരു ജഗൂസി അതും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ജഗൂസി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ഇരിക്കാൻ പറ്റും. പൂൾ ടൈമിംഗ് ഉണ്ട്, 9 to 6 ആണ് ഈ ഒരു പൂൾ ടൈമിങ്. കലങ്കട്ടിലുള്ള ഒരു മാർക്കറ്റിലെത്തിക്കുകയാണ്. ഒരു എക്സിബിഷൻ പോലെ ഇവിടെ നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഹലോ, നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കലങ്കട്ട് മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റും പിന്നെ ബീച്ചൊക്കെ നമുക്ക് അടുത്ത് തന്നെയാണ്. ഒരു 1 kilometer ഡ്രൈവേ ഉള്ളൂ. റെഡ് ത്രെഡ്സ് നമുക്ക് വരാൻ ഒരു 1 kilometer 1.5 kilometers അടുത്തേ ഉള്ളൂ ഈ ഒരു കലങ്കട്ട് മാർക്കറ്റിലേക്കൊക്കെ. നമ്മളവിടെ വന്ന് ചുമ്മാ ഈ മാർക്കറ്റിൽ കുറച്ച് എന്തൊക്കെയാണ് ഈ സുവനിയേഴ്സും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡ്രസ് ഷോപ്പ് അതേപോലെ ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് ഈ ഒരു കലങ്കട്ട് മാർക്കറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമാണ് ഞങ്ങളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്.
നമ്മളങ്ങനെ കലങ്കട്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഫിഷർമാൻസ് വാർഫ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ കഴിച്ചിട്ടുണ്ട് ഫിഷർമാൻസ് വാർഫ്. അതേപോലെ തന്നെ ഇവിടെയാണ് ഫേമസ്. ഇതൊരു ഗോവൻ റെസ്റ്റോറൻ്റ് ആണ് ഫിഷർമാൻസ് വാർഫ് എന്ന് പറയുന്നത്. അവിടെ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. അങ്ങനെ നമ്മൾ ഡിന്നറിനുള്ള ഡിഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു തണ്ടൂരി റൊട്ടി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഒരു സീ ഫുഡ് ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണല്ലേ അത്, പിന്നെ ഒരു ജാസ്മിൻ റൈസ് ഒരു കപ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ചിക്കൻ സക്കൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നൈറ്റ് ഡിന്നറിന് പറഞ്ഞ ഡിഷസ്. ചിക്കൻ സഗൂട്ടി ഒരു ഗോവൻ ഡെലിക്കസിയാണ്. ഒരു ഗോവൻ സ്റ്റൈലിലുള്ള ഒരു ഡിഷാണ് ചിക്കൻ സഗൂട്ടി. പിന്നെ ഇതെല്ലാം പിന്നെ നോർമലാണ്. ഇത് നമ്മൾ സീ ഫുഡ് ഇവിടെ പിന്നെ സീ ഫുഡൊക്കെ മെയിൻ ആയതുകൊണ്ട് ഞങ്ങൾ സീ ഫുഡ് ഫ്രൈഡ് റൈസ് വരുന്നുണ്ട്. ഏതായാലും ഫിഷർമാൻസ് വാർഫിൽ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്പൈസി പ്രോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ചിക്കൻ ഉണ്ട്, അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മിക്സഡ് സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആണ്. നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഇവിടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഔട്ട്ഡോറിലാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്താ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾക്ക് ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് മഫിൻസും ക്യാരറ്റ് കേക്ക് ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ ടീ കോഫി വരുന്നുണ്ട്, പൂരി ഭാജി, ഇഡ്ഡലി സാമ്പാർ, പൊട്ടാറ്റോ ഒരു ഫ്രൈ പോലെ ഒന്ന് വന്നിട്ടുണ്ട്, സാബുദാന വട, പിന്നെ സോട്ടഡ് വെജിറ്റബിൾസ് വരുന്നുണ്ട്, ദോശ ഇതൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ബാർ കൗണ്ടറും ഉണ്ട് ഇവിടെ തന്നെ നമ്മൾക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂം എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നല്ലൊരു ദിവസമായിരുന്നു. ഇന്നലെ കലങ്കട്ട് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗോവൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും രാത്രി കഴിച്ച ഫിഷർമാൻസ് വാർഫ് അടിപൊളിയായിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ അത് ബാംഗ്ലൂരിലുണ്ട്, അതേപോലെ ഇവിടെ നമുക്ക് ഗോവയിൽ കുറേ സ്ഥലത്തിലുണ്ട്. ഞങ്ങൾ കലങ്കട്ടിലിരിക്കുന്ന ഫിഷർമാൻസ് വാർഫാണ് കഴിച്ചത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്റ്റേയും പറയാനില്ല. നല്ലൊരു ലക്ഷറി ബൊട്ടിക് ഹോട്ടൽ വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു സ്പേഷ്യസ് ആയ റൂം. നമ്മളെ എല്ലാ ലൊക്കേഷൻ കലങ്കട്ട് ഭാഗമായതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു റെഡ് ത്രെഡ്സ് കലങ്കട്ട് എന്ന് പറഞ്ഞ ഹോട്ടലുള്ളത്. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണം കലങ്കട്ടിൻ്റെ അടുത്ത്, മാർക്കറ്റിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ റെഡ് ത്രെഡ്സ് ഇസ് അബ്സല്യൂട്ട്ലി റെക്കമെൻഡ്. എന്തായാലും നിങ്ങൾക്ക് വന്നു വെച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ചെറിയൊരു ബൊട്ടീക്ക് ഹോട്ടലാണ്. അന്ന് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഞങ്ങളൊരു പെയ്ഡ് പാർക്കിംഗ് വെച്ച് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെൻ്റക്കാർ എടുത്തത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു കോമൺ പാർക്കിംഗ് ഉണ്ട്, അവിടെയായിരിക്കും പാർക്ക് ചെയ്യേണ്ടത്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വാഗട്ടോറിലേക്ക് പോകണം. വാഗട്ടോറിൽ പുതിയൊരു ഹോട്ടലിലാണ്, നമ്മുടെ റിസോർട്ടിലാണ് നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് 3 days സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇനിയും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ പെൻഡിങ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ട് കുറച്ചും കൂടെ നോർത്ത് ഗോവ അതേപോലെ തന്നെ ഓൾഡ് ഗോവ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് മറക്കാതെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഗോവ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഫ്രം ഫ്ലോലെസ് പാസ്പോർട്ട്സ്. ബൈ.